ഓ നീ വാ. എന്താ അമ്മേ, ഭാനു വിഷമത്തോടെ സംസാരിക്കുന്ന കണ്ടു. അവള് അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നേ. അപ്പൊ ഞാൻ പറയായിരുന്നു ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടാവുന്നേന്ന്. ഈ വിഷമം കുറച്ചു ദിവസത്തേക്ക് കാണും മായേ. നമ്മളെല്ലാരും കൂടി ഒന്ന് ശ്രദ്ധിച്ചാ മതി. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് മുടങ്ങിയതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് അമ്മേ. അതെ, ഇനിയിപ്പോ എന്തായാലും വന്നതൊക്കെ വന്നു. എല്ലാം ഒന്ന് കെട്ടടങ്ങുന്നത് വരെ ഒരു സമാധാനം കിട്ടത്തില്ല. അമ്മ പറഞ്ഞതുപോലെ ആ വസ്തുവിന്റെ ഇടപാട് എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്ക്. അതോടെ അവന്റെ ശല്യം തീരട്ടെ. അതെ, എല്ലാരും കൂടി ആലോചിച്ചിട്ട് അതങ്ങനെ തന്നെ ചെയ്യാം. ഇതെല്ലാം എന്റെ തലവിധിയായി പോയില്ലേ. എന്നോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ ഇത് ചെയ്തത്. പക്ഷെ ഇന്ന് അതിന്റെ പേരില് ഞാൻ അനുഭവിക്കുന്നത് എന്റെ അച്ഛൻ അറിയുന്നില്ലല്ലോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. ഒരച്ഛനും മകൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യത്തില്ലല്ലോ. അതെ, പക്ഷെ എനിക്കിപ്പോ സംഭവിച്ചത് എത്രയും വേഗം ആ തലവേദന ഒന്ന് തീർത്തു വെക്കണം. നീ വാ. താൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഭരതന്റെ അഭിപ്രായം എന്തായിരുന്നു? ഇതുവരെ അവനോട് ഇതൊന്നും പറയാത്ത എന്താന്ന് അവൻ ചോദിച്ചു. ഇപ്പൊ തന്നെ സൂര്യ പറഞ്ഞതുകൊണ്ടാ ഭരതനോട് ഞാനെല്ലാം പറഞ്ഞത്. ഇനി അവൻ എടുത്തു ചാടി എന്തേലും ചെയ്യുമോന്ന് അറിയില്ലല്ലോ.